التمسك بالأثر نجاه. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. والحديث الأول، ഒന്നാമത്തെ ഹദീസ്. ആദ്യം ഹദീസ് പൂർണ്ണമായിട്ടൊന്ന് വായിക്കാം, കിതാബിലേക്ക് നോക്കാം. عن معاذ رضي الله عنه قال: كنت ردف النبي صلى الله عليه وسلم على حمار يقال له عفير، فقال: يا معاذ، هل تدري حق الله على عباده وما حق العباد على الله؟ قلت: الله ورسوله أعلم. قال: فإن حق الله على العباد أن يعبدوه ولا يشركوا به شيئا، وحق العباد على الله ألا يعذب من لا يشرك به شيئا. فقلت: يا رسول الله، أفلا أبشر به الناس؟ قال: لا تبشرهم فيتكلوا. متفق عليه. ഹദീസ് നമ്മൾ പല ആളുകളും കേട്ട് പരിചയമുള്ള ഹദീസായിരിക്കും. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദിലൊക്കെ കൊണ്ടുവന്ന ഹദീസാണ്. അള്ളാഹുവിനോടുള്ള ബാധ്യത വിശദീകരിക്കുന്ന, ആ ബാധ്യത നിറവേറ്റിയാൽ അള്ളാഹു അവന്റെ അടിമകളോട് കാണിക്കുന്ന ബാധ്യത, അത് വിശദീകരിക്കുന്ന ഹദീസാണ്. ഈ ആദ്യത്തെ ഹദീസും കിതാബിന്റെ പേരും തമ്മിൽ ബന്ധമുണ്ട്. കിതാബിന്റെ പേരെന്താ? അൽ അർബഊൻ ഫി ഹുഖൂഖി റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ, ആ വിഷയത്തിലുള്ള 40 ഹദീസുകൾ എന്നാണ്. അപ്പൊ ഒന്നാമത്തെ ഹദീസ് തന്നെ മുഅല്ലിഫ് ഹഫിളഹുല്ലാഹ് അള്ളാഹുവിനോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹഖ് വിശദീകരിക്കുന്ന ഹദീസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഹദീസ് റിവായത്ത് ചെയ്തത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആണ്. മുആദ് ഇബ്നു ജബൽ പ്രമുഖനായ സ്വഹാബിയാണ്, ഒരുപാട് ശ്രദ്ധകളുള്ള സ്വഹാബിയാണ്. അബു അബ്ദുറഹ്മാൻ എന്നതാണ് അദ്ദേഹത്തിന്റെ കുനിയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെയധികം ഇഷ്ടമുണ്ടായിരുന്ന, ആ ഇഷ്ടം അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനോട് തന്നെ അറിയിച്ച ഒരുപാട് സന്ദർഭങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വല്ലാഹി ഇന്നി ലഉഹിബ്ബുക മുആദ്, അള്ളാഹു തന്നെയാണ് സത്യം, താങ്കളെ എനിക്ക് ഇഷ്ടമാണ് എന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. യമനിലേക്ക് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന് അയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലവുമായി അങ്ങേറ്റം ബന്ധമുള്ള സ്വഹാബിയായിരുന്നു മുആദ് ഇബ്നു ജബൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി കാണാം: അഅലമു ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാം മുആദുൻ. എന്റെ ഉമ്മത്തിൽ ഹലാൽ ഹറാമുകളെ കുറിച്ച് ഏറ്റവും നന്നായി അറിവുള്ളത് മുആദിനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. സ്വഹാബികൾ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞതായി കാണാം: വകാന ഇലൈഹിൽ മുൻതഹാ ഫിൽ ഇൽമി ബിൽ അഹ്കാമി ഫിൽ ഖുർആൻ. ഖുർആനിലുള്ള നിയമങ്ങൾ, ആ വിഷയത്തിലുള്ള അറിവുകളുടെ കാര്യത്തിൽ ഏറ്റവും അവസാനം ജനങ്ങൾ മടങ്ങിച്ചെല്ലാറുള്ളത് മുആദ് റളിയല്ലാഹു അൻഹുവിലേക്കാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞതായി കാണാം: ജമഅൽ ഖുർആൻ ഫി ഹയാത്തി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഖുർആൻ, അതിന്റെ അറിവ് അത് പൂർണ്ണമായി ശേഖരിച്ചിരുന്നു എന്നതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞതായി കാണാം: കുന്നാ നുശബ്ബിഹുഹു ബി ഇബ്രാഹിം. ഞങ്ങൾ സഹാബികൾ
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് സാമ്യപ്പെടുത്തിക്കൊണ്ടാണ് മുആദിനെ കാണാറുള്ളത് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അദ്ദേഹം അൻസാരിയായ സഹാബിയാണ്. ബദർ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷമുള്ള പല യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ മുആദ് റളിയല്ലാഹു അൻഹു പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന് വെറും 20 വയസ്സ് മാത്രമാണ് പ്രായം ഉണ്ടായിരുന്നത്. ഇതാണ് ഹദീസ് ഉദ്ധരിച്ച സഹാബി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ചെറിയ ഒരു വിവരണം. അദ്ദേഹം പറയുന്നത് ഖാല കുൻതു റിദ്ഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിദ്ഫ് ആയിരുന്നു. റിദ്ഫ്, റദീഫ് എന്നൊക്കെ ഹദീസുകളിൽ മറ്റു റിവായത്തുകൾ റദീഫ് എന്നൊക്കെ കാണാം. റിദ്ഫ്, റദീഫ് എന്നൊക്കെ പറഞ്ഞാൽ അർറാകിബുല്ലദീ ഖൽഫ അർറാകിബി ബിഇദ്നിഹി, വാഹനപ്പുറത്ത് ആദ്യം ഇരിക്കുന്ന ഒരാളുണ്ടായിരിക്കും, അദ്ദേഹത്തിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ സമ്മതത്തോടു കൂടി ഇരിക്കുന്ന ആളുകൾക്കാണ് റിദ്ഫ്, റദീഫ് എന്ന് പറയും. അപ്പൊ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിദ്ഫ് ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവിടുത്തെ വാഹനപ്പുറത്ത് അവിടുത്തെ സമ്മതത്തോടു കൂടി ഇരിക്കുന്നവരാണായിരുന്നു ഞാൻ. അലാ ഹിമാരിൻ, ഏതാണ് വാഹനം? ഒരു ഹിമാറാണ്, കഴുതയാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വാഹനമായി കഴുതുകളെ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ കുറവാണ്. ചരക്കുകൾ കൊണ്ടുപോകാനൊക്കെയാണ് ഹിമാറിന് ഉപയോഗിക്കുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അങ്ങേയറ്റത്തെ തവാദുഉ കാരണം എന്ത് ചെയ്തു? ഹിമാറിന്റെ മേൽ അദ്ദേഹം അവിടുന്ന് യാത്ര ചെയ്യാറുണ്ടായിരുന്നു. അമ്മ യാത്ര ചെയ്യാന്ന് മാത്രമല്ല, സഹാബികളെ പിറകിൽ ഇരുത്താറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ തവാദുആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യുമ്പോൾ പിറകിൽ കയറ്റിയ സഹാബിമാർ എന്ന വിഷയത്തിൽ മുഹദ്ദിസുകളായ ഉലമാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്രന്ഥം വരെ രചിച്ചിട്ടുണ്ട്. ഹാഫിദ് ഇബ്നു മന്ദ റഹിമഹുല്ലാ അദ്ദേഹം 30ഓളം സഹാബികളുടെ പേര് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലദീന അർദഫഹുമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വാഹനമൃഗത്തിന്റെ പിറകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറ്റിയിരുത്തിയ സഹാബികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേറ്റത്തെ തവാദുആയിരുന്നു. ഹിമാറിന്റെ മേലെ യാത്ര ചെയ്യും, സഹാബിമാരെന്ത് ചെയ്യും? പിറകിൽ ഇരുത്തുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവാദുഇനെ അറിയിക്കുന്ന കാര്യമാണ്. യുഖാലു ലഹു ഉഫൈറുൻ, ആ ഹിമാറിനെ ഉഫൈർ എന്ന് പേര് വിളിക്കപ്പെടാറുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. ഉഫൈർ എന്നാൽ ആ ഹിമാറിന്റെ പേരായിരിക്കണം എന്നല്ലെങ്കിൽ, ആ ഹിമാറിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ തന്നെ വാഹന മൃഗങ്ങൾക്ക് പ്രത്യേകമായി പേര് വിളിക്കപ്പെടാറുണ്ട്. അങ്ങനെ ഒരു പേരായിരിക്കണം അത്. അതല്ലെങ്കിൽ അതിന്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ ഉഫൈർ എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ നിറമുള്ളത്, അങ്ങനെയുള്ള ഒരു ഹിമാർ ആയതുകൊണ്ടായിരിക്കണം അതിന് ഉഫൈർ എന്ന് പേര് വിളിച്ചത്. അതുമല്ലെങ്കിൽ അതിന്റെ നിറം തന്നെ ചുവപ്പും വെള്ളയും കലർന്ന ഒരു നിറമുള്ള ഹിമാർ ആയതുകൊണ്ടാണ് അതിന് ഉഫൈർ എന്ന് വിളിച്ചതായി പണ്ഡിതന്മാർ വിശദീകരിച്ചു. അപ്പൊ ഏത് തന്നെ ആയാലും അത് ഹിമാറിന് വിളിക്കപ്പെട്ട ഒരു പേരാണ് എന്നുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദിയ നൽകപ്പെട്ട ഒരു ഹിമാർ ആയിരുന്നു അതെന്നൊക്കെ ശാരിഹീങ്ങൾ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ വാഹനപ്പുറത്തിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മുആദ്, അല്ലയോ മുആദേ, അദ്ദേഹത്തിന്റെ പേരെടുത്ത് ചോദിച്ചു. എന്നിട്ട് എന്താണ് ചോദിച്ചത്? ഹൽ തദ്രി ഹഖ്ഖല്ലാഹി അലാ ഇബാദിഹി, നേരിട്ട് വിഷയം പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യ രൂപത്തിൽ ചോദിക്കാൻ, നിനക്കറിയുമോ അള്ളാഹുവിന്റെ അടിമകൾ അവർക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണെന്ന് അറിയുമോ? വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്, ആ അടിമകൾക്ക് അള്ളാഹുവിന്റെ മേലുള്ള ബാധ്യത എന്താണ് എന്ന് നിനക്കറിയുമോ? ആ വിഷയത്തിനെ കുറിച്ച് ആദ്യം എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല തവണകളിലായി സ്വഹാബികൾക്ക് ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുന്നോടിയായി സ്വീകരിച്ചിരുന്ന ഒരു ശൈലിയായിരുന്നു. അതിൽ ഒരുപാട് പ്രത്യേകത ഉണ്ട്. ആ വിഷയത്തിനെ പറ്റി ചോദിക്കുമ്പോൾ ആ സഹാബിയുടെ മനസ്സെന്ത് ചെയ്യും? എന്താണ് ഇനി അടുത്ത വിഷയം പറയാൻ പോകുന്നത് എന്ന
ആ ഒരു കാര്യം കേൾക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ശ്രദ്ധ എന്തെയും തുറക്കും, തയ്യാറായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ പ്രാധാന്യമുള്ളതാണ്. അള്ളാഹുവിന്റെ ഹുഖൂഖുകളെ കുറിച്ചാണ് പറയുന്നത്. അതെന്താണ് എന്ന് കേൾക്കുന്നതിനുള്ളൊരു ആഗ്രഹം ആ ചോദ്യം ചോദിക്കപ്പെട്ട ആൾക്കുണ്ടാകും. അങ്ങനെ ഒരു ആഗ്രഹം ജനിപ്പിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കാതെ നേരിട്ട് കാര്യം പറയുകയാണെങ്കിലോ രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് എന്താണ്? അള്ളാഹുവിനോട് അടിമകൾ ചെയ്യേണ്ട ബാധ്യതകൾ എന്താണെന്നറിയോ? അതുപോലെ തന്നെ അടിമകളോട് അള്ളാഹുവിനുള്ള ബാധ്യതകൾ എന്താണെന്നറിയുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഖുൽതു, ഞാൻ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അള്ളാഹുവിനും റസൂലിനുമാണ് കൂടുതൽ അറിയുക. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അദബാണ്, മര്യാദയാണ്. സ്വഹാബികൾ അവർ കാണിച്ചിരുന്ന മര്യാദയിൽപ്പെട്ട, തനിക്ക് ആ കാര്യം അറിയില്ലെങ്കിൽ അള്ളാഹുവിലേക്കും റസൂലിലേക്കും കാര്യം മടക്കും. അള്ളാഹുവിനും റസൂലിനുമാണ് കൂടുതൽ അറിയുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ഹഖ്ഖല്ലാഹി അലൽ ഇബാദ്, അടിമകൾക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ, അയ്യഅ്ബുദൂഹു, അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്, വലാ യുശ്രികൂ ബിഹി ശൈആ, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ്. സൂറത്തുൻ നിസാഇൽ അൽ ഹുഖൂഖുൽ അശറ, 10 ഹുഖൂഖുകൾ പരാമർശിക്കുന്ന ആയത്തുണ്ട്. ആയത്തിന്റെ തുടക്കത്തിൽ അള്ളാഹുവിനോടുള്ള ഹുഖൂഖ് കൊണ്ടാണ് തുടങ്ങിയത്. അതെന്താണ്? വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈആ. അതേ ആയത്തിലുള്ള പ്രയോഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നടത്തിയത്. വഅബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, വലാ തുശ്രികൂ ബിഹി ശൈആ, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. ഇതാണ് 10 ബാധ്യതകളിൽ ഒന്നാമത്തെ ബാധ്യത അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്. അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. അതാണ് അടിമകളുടെ മേൽ അള്ളാഹുവിനുള്ള ബാധ്യത. നമ്മൾ അള്ളാഹുവിനോട് കാണിക്കേണ്ട ഏറ്റവും വലിയ ബാധ്യത ഇതാണ്. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളത്. ഇവിടെ 2 കാര്യമാണുള്ളത്. ഒന്ന് ഇബാദത്താണ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. രണ്ടാമത്തേത് അൽ ബറാഅത്തു മിനശ് ശിർക്ക്, ശിർക്കിൽ നിന്നുള്ള ബന്ധവിച്ഛേദനം. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്താൽ മതിയോ? പോരാ. അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന താഗൂത്തുകളെ, ആലിഹത്തുകളെ നിഷേധിക്കുകയും ശിർക്കിൽ നിന്ന് അങ്ങേയറ്റം വിട്ടു നിൽക്കുകയും ചെയ്യണം. ആ 2 അടിസ്ഥാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എന്ത് ചെയ്തു? ഒരുമിപ്പിച്ചു. ഇബാദത്ത് ചെയ്യണം, ശിർക്കിൽ നിന്ന് വിട്ടു നിൽക്കണം. അൽ ഇബാദത്തു വൽ ബറാഅത്തു മിനശ് ശിർക്ക്. വഹഖ്ഖൽ ഇബാദി അലല്ലാഹ്, ഇത് അടിമകളുടെ ബാധ്യതയാണ്. ആദ്യം അള്ളാഹുവിന്റെ അടിമകൾ ചെയ്യേണ്ട കടമ, ബാധ്യതയാണ് ആദ്യം പറഞ്ഞത്. ഇനി അടിമകളുടെ മേലുള്ള അള്ളാഹുവിന്റെ ബാധ്യത എന്താണ്? വഹഖ്ഖൽ ഇബാദി അലല്ലാഹ്, അടിമകളോടുള്ള അള്ളാഹുവിന്റെ ബാധ്യത എന്നാൽ അല്ലാ യുഅദ്ദിബ, അവൻ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. മല്ലാ യുശ്രികു ബിഹി ശൈഅ, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്ത ആളുകളെ. ഇത് അള്ളാഹുവിന്റെ മേൽ അള്ളാഹു തന്നെ നിർബന്ധമാക്കിയ കാര്യമാണ്. അള്ളാഹുവിന്റെ മേൽ നിർബന്ധമാക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അള്ളാഹുവിന്റെ മേൽ എന്തെങ്കിലും നിഷിദ്ധമാക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും അവകാശമുണ്ടോ? ഇല്ല. അള്ളാഹു സ്വയം തന്നെ അവന്റെ റഹ്മത്ത് കൊണ്ട് അവന്റെ മേൽ നിർബന്ധമാക്കിയ കാര്യമാണ്. അത് നമ്മൾ ചെയ്യുന്നതിന് പകരമാകുമോ? ഇല്ല, ഒരിക്കലും പകരാകൂല, ഒരിക്കലും പകരമാവുകയില്ല. അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് അവൻ സ്വന്തത്തിന് നിർബന്ധമാക്കിയ, അവന്റെ റഹ്മത്ത് കൊണ്ട് നിർബന്ധമാക്കിയ അവന്റെ ഫദ്ലും, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കറം, അള്ളാഹുവിന്റെ ഔദാര്യവുമാണെന്ത്? അള്ളാഹുവിൽ ശിർക്ക് ചെയ്യാത്ത ആളുകളെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളത്. ഇപ്പൊ ഇവിടെ നോക്കൂ, അടിമകൾ അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യത പറഞ്ഞപ്പോൾ 2 കാര്യം പറഞ്ഞു. അൽ ബറാഅ വൽ ഇബാദ,
ഇബാദത്തും പറഞ്ഞു, ഷിർക്കിൽ നിന്നുള്ള ബന്ധവിച്ഛേദനയും പറഞ്ഞു. പക്ഷെ രണ്ടാമത് അള്ളാഹു അടിമകളോട് ചെയ്യേണ്ട ബാധ്യത പറഞ്ഞപ്പോൾ മല്ല യുശ്രികു ബിഹി ശൈഅ എന്നാണ് പറഞ്ഞത്. ഷിർക്ക് ഷിർക്കിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നൊരു കാര്യം മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ഒന്നാമത്തെ ഇബാദത്ത് എവിടെയാണ്? പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, വഹക്കുൽ ഇബാദി, ഇബാദ് എന്ന വാക്കിൽ അതുണ്ട്. കാരണം ഇബാദ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ അടിമകൾ, ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ. അപ്പൊ അതിലൊന്നു വന്നു, അല്ല ഇബാദത്ത് വന്നു. അപ്പൊ പിന്നെ അത് ആവർത്തിക്കാതെ വല്ല യുശ്രികു ബിഹി ശൈഅ എന്നത് മാത്രമാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല പണ്ഡിതന്മാർ മറ്റൊരു റിവായത്തും കൊണ്ടുവന്നിട്ടുണ്ട്. ആ റിവായത്തിൽ വീണ്ടും അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ആവർത്തിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മറ്റൊരു റിവായത്തിൽ പറഞ്ഞതായി കാണാം, ഇദാ ഫഅലൂ ദാലിക, അവർ അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അഥവാ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ യാതൊന്നിലും പങ്കു ചേർക്കാതിരുന്നാൽ, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരുന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കുകയില്ല എന്നുള്ളതാണ് അള്ളാഹുവിന്റെ മേലുള്ള ബാധ്യത. ഫഖുൽതു, അപ്പോൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, അഫലാ ഉബശ്ശിറു ബിഹിന്നാസ്, ഇതുകൊണ്ട് ഞാൻ ജനങ്ങളെ സന്തോഷ വാർത്ത അറിയിക്കട്ടെ? കാരണം അത് വലിയൊരു സന്തോഷ വാർത്തയാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷം ഉണ്ടായി. ഈ ഒരു സന്തോഷ വാർത്ത അത് മറ്റുള്ള സഹാബികൾക്ക് കൂടി അറിയിച്ചു കൊടുക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നി. വലിയൊരു സന്തോഷ വാർത്തയാണ്. അള്ളാഹുവിനെ ശിർക്ക് ചെയ്ത് അള്ളാഹുവിൽ ശിർക്ക് ചെയ്യാതെ ജീവിച്ചാൽ അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കും, അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്ന വലിയ സന്തോഷ വാർത്ത അത് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കട്ടെ എന്നാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ലാ തുബശ്ശിറുഹും, സന്തോഷ വാർത്ത അറിയിക്കരുത്. ഫയത്തക്കിബു, അങ്ങനെയാണെങ്കിൽ അവർ അത് അവലംബമാക്കും, അതിൽ തൂങ്ങും, എന്നിട്ട് അമലുകളുടെ വിഷയത്തിൽ വീഴ്ച വരുത്തും. ഇത് എല്ലാ ജനങ്ങളുടെ കാര്യത്തിലും പറഞ്ഞ കാര്യമാണോ? അല്ല. പണ്ഡിതന്മാർ വിശദീകരിച്ചു, ദീനിന്റെ വിഷയത്തിൽ വലിയ അറിവും ബസീറത്തും ഉൾക്കാഴ്ചയും ഇല്ലാത്ത ആളുകൾ ഇത് കേട്ടാൽ, ശിർക്ക് ചെയ്യാതെ ജീവിച്ചാൽ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നത് കേട്ടാൽ മറ്റുള്ള അമലുകളിൽ നിന്ന് അലസരാകും. എന്നിട്ട് ഈ പറഞ്ഞൊരു കാര്യത്തിൽ മാത്രം അവലംബിക്കും, അതിൽ പിടിച്ചു പോകും. എന്നിട്ട് മുർജിഅത്ത് വിഭാഗം, പിഴച്ചുപോയൊരു വിഭാഗം, അവരാണ് മുർജിഅത്ത്. അവരുടെ വിശ്വാസം എന്താണ്? അവർക്ക് ഈമാൻ ഉണ്ടായാൽ മതി, പിന്നെ എന്ത് അമലും ചെയ്യാം. അമലുകളുടെ വിഷയത്തിൽ ഒരു ശ്രദ്ധയില്ലാത്ത ആളുകളാണ്. അങ്ങനെ അമലുകളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കാതെ ആ ഒരു പിഴവ് കടന്നു വരും. എങ്ങനെയുള്ള ആളുകൾക്ക്? ദീന്റെ വിഷയത്തിൽ കൃത്യമായ ഒരു ഉൾക്കാഴ്ചയും ഇൽമും ഇല്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള ചിന്ത കടന്നു വരും. എന്നുള്ളത് കൊണ്ട് ജനങ്ങൾ മൊത്തമായി ഇത് സന്തോഷ വാർത്ത അറിയിക്കരുത്. അങ്ങനെയാണെങ്കിൽ അവർ അലസരാകും. ഈ വിഷയത്തിൽ തൂങ്ങി അമലിന്റെ വിഷയത്തിൽ അവർ കുറവുകൾ വരുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ നോക്കൂ, ഇത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠത വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കാൻ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ബോധ്യമുണ്ടായിരുന്നു, ഈ ഒരു കാര്യം അറിഞ്ഞാലും മുആദ് എന്തെങ്കിലും അമലിന്റെ വിഷയത്തിൽ അശ്രദ്ധ കാണിക്കൂല. അങ്ങനെ ഈ വിഷയം പറയാൻ പറ്റിയ അമല വിഷയത്തിൽ അശ്രദ്ധ കാണിക്കാൻ സാധ്യതയില്ലാത്ത ആളാണ് മുആദ് ഇബ്നു ജബൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു വിഷയം അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തത് എന്നുള്ളതാണ്. എന്നാൽ ദീനിന്റെ വിഷയത്തിൽ ഇൽമുള്ള ബസീറത്തുള്ള ആളുകളെ കുറിച്ച് ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത കേട്ട് കഴിഞ്ഞാൽ അവർക്ക് അമലിന്റെ വിഷയത്തിൽ മുന്നേറാനുള്ള ഒരു പ്രചോദനമാണ് ആവുക. ഖാലിദ് ഇസ്മായിൽ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ദർസിൽ പറഞ്ഞൊരു കാര്യമാണ്, ദീന്റെ വിഷയത്തിൽ ജഹലുള്ള ബസീറത്തില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് അലസരാകും. പക്ഷെ ഇൽമുള്ള ആളുകൾ, ദീന്റെ വിഷയത്തിൽ കുറച്ചൊക്കെ ഉൾക്കാഴ്ചയും കാഴ്ചപ്പാടുള്ള ആളുകൾ, അവർക്ക് ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത വന്നു കഴിഞ്ഞാൽ കൂടുതൽ അമലിന്റെ വിഷയത്തിൽ മുന്നേറാനാണ് അവർക്ക് അത് പ്രചോദനമാവുക എന്നുള്ളതാണ്. അപ്പൊ നോക്കൂ, ശിർക്ക് ചെയ്ത ആളുകളാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക.
ശിർക്ക് ചെയ്ത ആളുകളാണ് നരകത്തിൽ പ്രവേശിക്കുന്നത്. ശിർക്ക് ചെയ്ത ആളുകൾ നരകത്തിൽ ശാശ്വതരായിരിക്കും. എന്നാൽ ശിർക്ക് ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത് അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ശൈഅ എന്നാണ്. അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്ത ആളുകളെ അള്ളാഹു ശിക്ഷിക്കുകയില്ല. അത് അള്ളാഹുവിന്റെ മേൽ വാജിബാക്കിയ കാര്യമാണ്. ഇവിടെ ശിക്ഷയെ അള്ളാഹു സുബ്ഹാനഹു വ തആല നഫി ചെയ്യാൻ, ശിക്ഷ ഇല്ല എന്നാണ് പറഞ്ഞത്. ശിക്ഷ ഇല്ല എന്ന് പറഞ്ഞത് രണ്ടു രൂപത്തിലാണ്. ഒന്നല്ലെങ്കിൽ മൊത്തമായി അവർക്ക് ശിക്ഷയില്ല. തീരെ ശിക്ഷയില്ലാത്ത ആളുകൾ ആരാണ്? തൗഹീദ് പൂർണ്ണമായി സാക്ഷാത്കരിച്ച ആളുകൾ, തൗഹീദ് പൂർണ്ണമായി ജീവിതത്തിൽ കൊണ്ടുവന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ശിക്ഷയുമില്ല. എന്നാൽ ശിർക്ക് ചെയ്തിട്ടില്ല, മറ്റു വൽഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിലോ ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന കാലം അത്രയും അവരെന്ത് ചെയ്യും? നരകത്തിൽ പ്രവേശിക്കുകയും ആ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അപ്പൊ തൻഖിയത്ത് നിർബന്ധമാണ്. ഒരാളും തിന്മയോട് കൂടിയിട്ട് എന്ത് ചെയ്യൂല? സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ഒരു അസ്ലാണ് കേട്ടോ, ഇതൊരു അടിസ്ഥാന തത്വമാണ്. തിന്മയോടുകൂടി ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കൂല. ഒന്നല്ലെങ്കിൽ അള്ളാഹുവിന്റെ മഹദ് ഫദ്ല് കൊണ്ട്, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് അവർക്ക് പുറത്തു കൊടുക്കും. അതല്ല എങ്കിൽ ചെയ്ത തിന്മയുടെ തോതനുസരിച്ച് നരകത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എന്നാൽ ഷിർക്കിന്റെ ഹുബുസ്, ഷിർക്കിന്റെ തിന്മ, ആ ഗൗരവം, ആ ഒരു തിന്മ നരകത്തിന്റെ തീ കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ടാണ് ഷിർക്ക് ചെയ്ത ആളുകൾ നരകത്തിൽ കാലാകാലം കിടക്കുന്നത്. ഷിർക്ക് ചെയ്ത ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുന്നത് അതുകൊണ്ടാണ്. ഷിർക്കിന്റെ തിന്മ അത് നരകത്തിന്റെ തീ കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുകയില്ല. അപ്പൊ തൗഹീദുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നല്ലെങ്കിൽ അവർക്കൊരു ശിക്ഷയും ഉണ്ടാവില്ല. അവർക്ക് വന്ന തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. അതല്ല എങ്കിൽ അവർ ചെയ്ത തിന്മകൾ അതിന്റെ ഗൗരവത്തിനനുസരിച്ച്, അതിന്റെ തോതനുസരിച്ച് ശിക്ഷ നരകത്തിൽ അനുഭവിക്കുകയും അതിനുശേഷം സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. എന്നാൽ ശിർക്ക് ചെയ്ത ആളുകൾ അവർ നരകത്തിൽ കാലാകാലമായിരിക്കും. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു അവനിൽ പങ്കു ചേർക്കുക എന്നതിനെ ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. എന്നാൽ അതിന് താഴെയുള്ളത് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും എന്നുള്ളതാണ്. അപ്പൊ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കുന്നത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഈ ഹദീസിന്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിക്കുന്നുണ്ട്. ഈ സന്തോഷ വാർത്ത എല്ലാവരോടും പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തില്ല? അനുവാദം കൊടുത്തില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഹദീസ് നമ്മൾ കേട്ടത്? പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മരണസന്ദർഭത്തിൽ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ, ഏറ്റവും അവസാനത്തെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ ഹദീസ് പറയുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സന്ദർഭത്തിലാണ് പറയുന്നത്. ഈ ഒരു ഇൽമ്, ഈ മഹത്തായ ഒരു സന്തോഷ വാർത്ത, ഈ ഒരു ഇൽമ് അത് മൂടി വെച്ചതിന്റെ കുറ്റം അദ്ദേഹത്തിന് ലഭിക്കുമോ എന്ന പേടി കാരണം അദ്ദേഹം ഹദ്ദസ ബിഹി ഇൻദ മൗതിഹി, ഈ ഹദീസ് എന്ത് ചെയ്തു? ഈ ഹദീസ് പറയുകയും അദ്ദേഹത്തിന്റെ ബാധ്യത നിറവേറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. നോക്കൂ, അള്ളാഹു ഉദ്ദേശിച്ചൊരു ഖൈറ് നോക്കൂ നിങ്ങൾ. ആ ഹദീസ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ മുഴുവൻ അദ്ദേഹം മറച്ചുവെച്ച് മരണത്തിന്റെ സന്ദർഭത്തിൽ അത് പറഞ്ഞതുകൊണ്ട് വലിയ ഖൈറാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം അദ്ദേഹം ആ ഹദീസ് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പിടിച്ചു തൂങ്ങി ചില ആളുകൾ അമലിന്റെ വിഷയത്തിൽ കുറവ് വരുത്താൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ വാചകമടക്കമാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. രണ്ട് ഖൈറാണുള്ളത്. സന്തോഷ വാർത്ത ഉണ്ടാവുകയും അമലിന്റെ വിഷയത്തിൽ യാതൊരു കുറവും വരുത്തരുത് എന്ന താക്കീതും അതിൽ ഉൾപ്പെട്ടു. രണ്ട് ഖൈറ് അദ്ദേഹത്തിന്റെ മരണസന്ദർഭത്തിൽ ആ ഹദീസ് പറഞ്ഞതുകൊണ്ട്, ഈ ഹദീസ് മുഴുവനായി പറഞ്ഞതുകൊണ്ട് അങ്ങനെ രണ്ട് ഖൈറുണ്ടായി. ആ ഹദീസ് ആളുകൾ അറിയുകയും ഈ ഹദീസ് കേട്ടതിന്റെ പേരിൽ അമലിന്റെ വിഷയത്തിൽ വീഴ്ച വരുത്താൻ പാടില്ല എന്ന താക്കീതും എന്ത് ചെയ്തു? രണ്ടും അതിലൂടെ അറിയുകയുണ്ടായി
എന്നുള്ളതാണ്. അപ്പൊ ഈ ഹദീസിലുള്ള ഏറ്റവും വലിയ ഫായിദ, ഹദീസിന്റെ ചെറിയൊരു വിശദീകരണമാണ് നമ്മൾ പറഞ്ഞത്. ഓരോ ലഫ്ളുകളുടെയും അർത്ഥവും മനസ്സിലായി. അപ്പൊ ഈ ഹദീസിനുള്ള ഏറ്റവും വലിയൊരു ഫായിദ എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ ശ്രേഷ്ഠത, തൗഹീദിന്റെ പ്രാധാന്യം അതാണ് അറിയിക്കുന്നത്. തൗഹീദാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള ഏറ്റവും വലിയ കടമ, ഏറ്റവും വലിയ ബാധ്യത തൗഹീദാണ്. അള്ളാഹുവിനോടുള്ള ഒരുപാട് ബാധ്യതകളുണ്ട്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇതൊക്കെ അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്. പക്ഷെ അതിനേക്കാളെല്ലാം വലിയ ബാധ്യത എന്താണ്? നേരത്തെ ഹാഷിം സലാഹി സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയ ബാധ്യത തൗഹീദാണ്. റഹ്മാനായ റബ്ബിനെ കുറിച്ച് അവന്റെ തൗഹീദ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബാധ്യത. തൗഹീദ് ഉണ്ടായിരിക്കുക എന്നുള്ളത് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള, അതുപോലെ തന്നെ എല്ലാ ദുനൂബുകളും എല്ലാ തിന്മകളും അള്ളാഹു പുറത്തു തരുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തൗഹീദ് എന്ന് പറഞ്ഞത്. സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട കാര്യം, തിന്മകൾ പൊറുക്കപ്പെടുന്ന കാര്യം, അതെന്താണ്? തൗഹീദാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞതായി കാണാം, യാ ഇബ്ന ആദം ലൗ അന്നക അതൈതനി ബിഖുറാബിൽ അർദി ഖതായ ثم لقيتني لا تشرك بي شيئا لأتيتك بقرابها مغفرة. അല്ലേ മനുഷ്യ, നീ എന്റെ അടുക്കൽ വരുന്നത് ഭൂമി നിറയെ തിന്മകളുമായിട്ടാണ്. ഭൂമി നിറയെ തിന്മകൾ എന്ന് പറഞ്ഞാൽ അത്രയുമുണ്ട് അവന്റെ തിന്മയുടെ ആധിക്യം. പക്ഷേ നീ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്തവനായിക്കൊണ്ടാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് എങ്കിൽ ആ ഭൂമി മുഴുവൻ പാപമോചനം അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകുക എന്നുള്ളതാണ്. തൗഹീദാണ് തിന്മകൾ പൊറുക്കപ്പെടാനുള്ള കാരണം. തൗഹീദാണ് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ഏറ്റവും അടിസ്ഥാനപരമായി നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഹദീസിലുള്ള മറ്റൊരു പാഠാണ് എന്ത്? അമലുകളുടെ വിഷയത്തിൽ അശ്രദ്ധ കാണിക്കുവാൻ പാടില്ല. അമലുകളുടെ വിഷയത്തിൽ ഗഫലത്തിലാകുവാൻ പാടില്ല. അത് മുർജിഅത്തിന്റെ സ്വഭാവമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. ഈ ഹദീസിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തൗഹീദാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്തൗഹീദു ഇഫ്റാദുല്ലാഹി ബിമാ യസ്തഹിഖുഹു മിനൽ ഉലൂഹിയ്യത്തി വറുബൂബിയ്യത്തി വൽ അസ്മാഇ വസ്സിഫാത്ത്. അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട റുബൂബിയ്യത്ത്, ഉലൂഹിയ്യത്ത്, അസ്മാ വസ്സിഫാത്ത്, ഈ കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. അതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ ഇഫ്റാദുല്ലാഹി ബിമാ യഖ്തസ്സു ബിഹി, അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ അള്ളാഹുവിനെ ഏകനാക്കുക. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ, അള്ളാഹുവിന് നമ്മൾ കൊടുക്കുന്ന നമ്മളുടെ പ്രവർത്തനങ്ങളായ ഇബാദത്തുകളിൽ, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിലെല്ലാം അള്ളാഹുവിനെ ഏകനാക്കുക. അതാണ് എന്ത്? തൗഹീദ് എന്ന് പറഞ്ഞാൽ. തൗഹീദിൽ 3 ഇനങ്ങളുണ്ട്. തൗഹീദിൽ 3 ഇനങ്ങളുണ്ട്. ഇൻ ഇഅലം അന്ന തൗഹീദ 3 അഖ്സാം. 3 ഇനങ്ങളാണ് തൗഹീദിനുള്ളത്. ഒന്ന് തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദു അൽ അസ്മാഇ വസ്സിഫാത്ത്. ഇമാം അസ്സഫാരീനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ തൗഹീദിന് 3 ഇനങ്ങളാണ്. തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. എന്താണ് തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ? അള്ളാഹു റബ്ബാണ് എന്നതിൽ അവനെ ഏകനാക്കുക. അഥവാ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളായ സൃഷ്ടിപ്പ്, ഈ ലോകത്തിന് നിയന്ത്രിക്കൽ, റിസ്ഖ് കൊടുക്കൽ, ജീവിപ്പിക്കൽ, മരിപ്പിക്കൽ, ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ അഫ്ആലുകളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. ഇതാണ് തൗഹീദു അർ-റുബൂബിയ്യ. ഇഫ്റാദുല്ലാഹി ബി അഫ്ആലിഹി, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളായ ഈ കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. അടുത്ത തൗഹീദുൽ ഉലൂഹിയാണ്. അത് ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ, ഇബാദത്തുകളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. തൗഹീദുൽ ഇബാദ എന്നും ഇതിന് പേര് വിളിക്കാറുണ്ട്. ഇബാദത്തുകളിൽ അഥവാ നമ്മളുടെ പ്രവർത്തനങ്ങളായ അടിമകളുടെ പ്രവർത്തനങ്ങളാണല്ലോ ഇബാദത്ത്.
ആ അടിമകളുടെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. തൗഹീദ് റുബൂബിയ്യയോ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. ഇനി തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്താണ്? ഹുവ ഇസ്ബാതു മാ അസ്ബതഹു അല്ലാഹു ലിനഫ്സിഹി ഔ റസൂലുഹു മിൻ ഗൈരി തഹരീഫിൻ വലാ തഅതീലിൻ വലാ തംസീലിൻ വലാ തകീഫ്. അള്ളാഹുവിന്റെ സ്വന്തത്തിന് സ്ഥിരപ്പെടുത്തിയ വിശേഷണങ്ങൾ, നാമങ്ങൾ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തിയ നാമങ്ങൾ, വിശേഷണങ്ങൾ, അത് അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തുക. സ്ഥിരപ്പെടുത്തുമ്പോൾ അത് നിഷേധിക്കുവാനോ അതിനെ ദുർവ്യാഖ്യാനിക്കുവാനോ അതിന്റെ രൂപം പറയുവാനോ അതിനെ സാദൃശ്യം പറയുവാനോ പാടില്ല. അള്ളാഹുവിനെ അവന്റെ അടിമകളോട് സാദൃശ്യപ്പെടുത്താതെ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾക്ക് രൂപം പറയാതെ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അതിനെ ദുർവ്യാഖ്യാനിക്കാതെ, അള്ളാഹുവും റസൂലും അവന് സ്ഥിരപ്പെടുത്തിയ വിശേഷണങ്ങളെ നിഷേധിക്കാതെ, അള്ളാഹുവും റസൂലും അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തിയ നാമവിശേഷണങ്ങൾ അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തുക. ഇതാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. തൗഹീദിന്റെ ഈ 3 ഇനങ്ങളിലും ശിർക്ക് സംഭവിക്കാം. തൗഹീദ് റുബൂബിയ്യയിൽ ശിർക്ക് ഉണ്ടാകും. അള്ളാഹു അല്ലാതെ ഒരു റബ്ബുണ്ട്, അള്ളാഹു അല്ലാതെ ഒരു പടച്ചോനുണ്ട്, അള്ളാഹു അല്ലാതെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളുണ്ട് എന്നൊരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് തൗഹീദ് റുബൂബിയ്യയിലുള്ള ശിർക്കാണ്. തൗഹീദുൽ ഉലൂഹിയ്യയിൽ ശിർക്ക് സംഭവിക്കും. അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് തിരിച്ചുവിട്ടാൽ അത് തൗഹീദുൽ ഉലൂഹിയ്യയിലുള്ള ശിർക്കാണ്. തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തിൽ ശിർക്ക് സംഭവിക്കും. അള്ളാഹുവിന്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ചേർത്തി കൊടുത്താൽ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തിലുള്ള ശിർക്കാണ്. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അതിനെ അള്ളാഹു പറഞ്ഞ വിശേഷണങ്ങളെ ആരെങ്കിലും നിഷേധിച്ചാൽ, അതല്ലെങ്കിൽ അതിന് രൂപം പറയുകയോ അതിനെ ദുർവ്യാഖ്യാനിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തിലുള്ള പിഴവും തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തിലുള്ള ശിർക്കുമാണ്. തൗഹീദിന്റെ 3 ഇനങ്ങൾ, ഈ 3 എണ്ണമാണ്. ആ 3 ഇനങ്ങളിലും ശിർക്ക് സംഭവിക്കും എന്നുള്ളതാണ്. ഇനി തൗഹീദിനെ ഈ 3 തരത്തിൽ 3 ഇനങ്ങളാക്കി തിരിക്കാനുള്ള തെളിവെന്താ? അത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും, ഇസ്ലാമിന്റെ പ്രമാണങ്ങളായി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പണ്ഡിതന്മാർ ആഴത്തിൽ വിശദമായി പഠിക്കുകയും ചകഞ്ഞന്വേഷിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തൗഹീദിന്റെ വിഷയത്തിൽ വന്ന തെളിവുകൾ അത് പരിശോധിച്ചിട്ടാണ് തൗഹീദിനെ 3 ഇനങ്ങളാക്കി തിരിച്ചിട്ടുള്ളത്. അല്ലാമ മുഹമ്മദ് അൽ അമീൻ അശ്ശഖീഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിൽ വന്ന തൗഹീദുമായി ബന്ധപ്പെട്ട തെളിവുകൾ വിശദമായി ആഴത്തിൽ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തൗഹീദിന് 3 ഇനങ്ങളുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു എന്നുള്ളതാണ്. തൗഹീദ് റുബൂബിയ്യക്ക് അനേകം തെളിവുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അള്ളാഹുവാണ് ഈ ലോകത്തിന്റെ റബ്ബ്, അള്ളാഹുവാണ് ഖാലിഖ്, അള്ളാഹുവാണ് റാസിഖ്, അള്ളാഹുവാണ് മുദബ്ബിർ, ഈ ലോകം മൊത്തം നിയന്ത്രിക്കുന്നവൻ, ഈ ലോകത്തിലുള്ള ആളുകൾക്ക് റിസ്ക് കൊടുക്കുന്നവൻ, ഇതിൽ ക്രയവിക്രയങ്ങൾ നടത്തുന്നവൻ, ജീവിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ അള്ളാഹുവാണ് എന്ന തെളിവുകൾ വിശുദ്ധ ഖുർആനിൽ ധാരാളമുണ്ട്. അവരോട് ചോദിക്കുകയാണ്, ആരാണ് ആകാശഭൂമികൾ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ അവർ പറയും അള്ളാഹുവാണെന്ന് പറയും. തൗഹീദുൽ ഉലൂഹിയ്യ, അതിനുള്ള തെളിവും ഒരുപാട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. എല്ലാ ഉമ്മത്തിലേക്കും പ്രവാചകന്മാർ അള്ളാഹു നിയോഗിച്ചത് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പറയാനാണ്. അള്ളാഹുവിന് പുറമെ ഒരാളെയും ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കാനും തൗഹീദുൽ ഉലൂഹിയ്യക്കുള്ള തെളിവുകൾ ഒരുപാട് വിശുദ്ധ ഖുർആനിലുണ്ട്. തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ അസ്മാകൾ, അള്ളാഹു എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പല വിശേഷണങ്ങളെ കുറിച്ചുമുള്ള തെളിവുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ അസ്-സമീഉൽ ബസീർ. അള്ളാഹുവിനെ പോലെ ഒന്നും തന്നെ ഇല്ല, അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. വലില്ലാഹിൽ മസലുൽ അഅല, അള്ളാഹുവിനാണ് ഏറ്റവും ഉന്നതമായ വിശേഷണങ്ങളുള്ളത്. അങ്ങനെ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തിന്റെ തെളിവുകൾ ധാരാളമുണ്ട്. അപ്പൊ തൗഹീദിന് 3 ഇനങ്ങളാക്കി എന്നുള്ളത് ഒരു പുത്തനാചാരം ഒന്നല്ല.
അത് പുതുതായി കണ്ടുപിടിച്ചൊരു കാര്യമൊന്നല്ല. അതിന് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഒരുപാട് എമ്പാടും തെളിവുകളുണ്ട്. ആ തെളിവുകൾ ചകഞ്ഞ് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ തൗഹീദിനെ 3 ഇനങ്ങളാക്കിയതാണ്. മുൻഗാമികളായ പണ്ഡിതന്മാർ അവർ വരെ അതിനെ അംഗീകരിച്ചിട്ടുണ്ട്. മുൻഗാമികളായ പണ്ഡിതന്മാരിൽപ്പെട്ട ഇബ്നു ജരീർ അത്തബരി, അതുപോലെ തന്നെ മറ്റു പണ്ഡിതന്മാരും അത് അംഗീകരിക്കുകയും അതിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തൊരു കാര്യം, തൗഹീദ് റുബൂബിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. തൗഹീദ് റുബൂബിയ മാത്രമുള്ളത് കൊണ്ട് അത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമോ? ഒരുവൻ അള്ളാഹു മാത്രമാണ് റബ്ബ് എന്ന് വിശ്വസിച്ചു, അള്ളാഹുവാണ് സൃഷ്ടിപ്പുകളൊക്കെ നടത്തിയത് എന്ന് വിശ്വസിച്ചു, തൗഹീദ് റുബൂബിയ ഉണ്ട്. പക്ഷേ അത് മാത്രം മതിയായതല്ല സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി. അതൊരു അടിസ്ഥാനമാണ്. കാരണം ഖുറൈശികളെ കുഫാറുകൾ അവരെന്ത് ചെയ്തിരും? തൗഹീദ് റുബൂബിയ അംഗീകരിച്ചിരുന്നു. പക്ഷെ അത് അംഗീകരിച്ചത് കൊണ്ട് മാത്രം അവരെ സ്വർഗത്തിലേക്ക് അത് പ്രവേശിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഫഇന്നൽ മുശ്രികീന മിനൽ അറബ് കാനൂ യുഖിറൂന ബിതൗഹീദ് റുബൂബിയ്യ. അറബികളിലെ മുശ്രിക്കുകൾ അവർ റുബൂബിയത്തിനെ അംഗീകരിച്ചിരുന്നു. ആകാശഭൂമികളൊക്കെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. പക്ഷേ അവർക്ക് അത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അതുകൊണ്ട് കാര്യമായില്ല എന്നുള്ളതാണ്. ഇനി തൗഹീദ് റുബൂബിയ്യയിൽ മക്ക മുശ്രിക്കുകൾക്ക് പൂർണ്ണമായി വിശ്വാസം ഉണ്ടായിരുന്നോ? ഇല്ല. തൗഹീദ് റുബൂബിയ്യയിൽ പൊതുവായി അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹുവാണ് സൃഷ്ടിപ്പ് നടത്തിയത്, അള്ളാഹുവാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന ഒരു പൊതുവായ അറിവല്ലാതെ, പൊതുവായ വിശ്വാസമല്ലാതെ തൗഹീദ് റുബൂബിയ്യ പൂർണ്ണമായും അവർ അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം തൗഹീദ് റുബൂബിയ്യ അവർ പൂർണ്ണമായി അംഗീകരിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്ക് തൗഹീദുൽ ഉലൂഹിയ്യ ഉണ്ടാകുമായിരുന്നു. തൗഹീദ് റുബൂബിയ്യ പൂർണ്ണമായി അംഗീകരിച്ച ഒരുവൻ ഇബാദത്തുകളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ എന്ത് ചെയ്യൂല? ശിർക്ക് ചെയ്യൂല. അതുകൊണ്ട് മക്ക മുശ്രിക്കുകൾക്കുണ്ടായിരുന്ന തൗഹീദ് റുബൂബിയ്യ അത് പൊതുവായ അള്ളാഹുവാണ് സൃഷ്ടാവ് എന്നൊരു വിശ്വാസമാണ് അവർക്കുണ്ടായിരുന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം വിശദീകരിച്ചതായി കാണാം. അദ്ദേഹം പറഞ്ഞു, ഫഹും മുശ്രിക്കുന ഫീ ബഅദിർ റുബൂബിയ്യ. റുബൂബിയ്യത്തിന്റെ ചില കാര്യങ്ങളിൽ അവർക്ക് ശിർക്കുണ്ടായിരുന്നു. വകസീറുൻ മിൻ മുശ്രിക്കിൽ അറബ് വഗൈറുഹും قد يظن في آلهته شيئا من هذا وأنها تنفعه وتضره بدون أن يخلق الله ذلك. അള്ളാഹു തന്നെയാണ് രോഗമൊക്കെ പടച്ചത്, പക്ഷെ എന്നാലും അവരെ ആലിഹത്തുകൾക്ക് റുബൂബിയ്യത്തിൽ ചിലതുണ്ട് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അവരുടെ ആലിഹത്തുകൾ ഉപകാരം ചെയ്യുകയും ഉപദ്രവം ചെയ്യുകയും ചെയ്യും എന്ന് അവർ വിശ്വസിച്ചിരുന്നു. പക്ഷെ ആരാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു എന്ന് പറയും. ആ ഒരു റുബൂബിയ്യത്തിന്റെ ആ ഒരു പൊതുവായ മേഖലയിൽ മാത്രമാണ് അവർക്ക് തൗഹീദ് ഉണ്ടായിരുന്നത് എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് സ്ഥിരപ്പെട്ട ഒരു അസറിൽ കാണാം, തസ്അലുഹും മൻ ഖലഖഹും വമൻ ഖലഖസ് സമാവാതി വൽ അർദ് ഫസയഖൂലുന അല്ലാഹ്. ആരാണ് ആകാശവും ഭൂമിയൊക്കെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹു ആണ് എന്ന് പറയും. ഫദാലിക ഈമാനുഹും വഹും യഅബ്ദൂന ഗൈറഹു. അവരുടെ ഈമാൻ എന്ന് പറഞ്ഞാൽ അതാ. എന്തുമാത്രം? ആകാശവും ഭൂമി ആരാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന് പറയും. അത് മാത്രമാണ് അവരുടെ ഈമാൻ. പക്ഷെ അതിനോടൊപ്പം അവരെന്ത് ചെയ്യും? അവർ അള്ളാഹു അല്ലാത്ത ആളുകളെ ഇബാദത്ത് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. എത്രയും ചുരുങ്ങിയ ചില കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് വിശദീകരിക്കാനുള്ള സമയമുള്ളൂ. ഈ ഒരു ഫവായിദുകളിൽ നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. وهذا والله تعالى أعلم وصلى الله وسلم وبارك على عبده ورسوله محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.